ചേച്ചി ആ കറക്റ്റ് സമയത്താ ഞാൻ വന്നത്. മോണം കൊണ്ട് നീങ്ങിയിരുന്നേ. നിങ്ങളൊക്കെ കഴിച്ച് പാത്രം കഴുകി വെച്ചാണോന്ന് ഞാനങ്ങ് വിചാരിച്ചു. മീൻ വറുത്തൊന്നുമില്ല ചേച്ചി. എങ്ങനെയാ ചേച്ചി മീൻ വറുത്തൊന്നും ഇല്ലാതെ കഴിക്കുന്നേ? ആ സാമ്പാറുണ്ടല്ലോ, ഇനി മീൻ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, എനിക്ക് ഈ വീട്ടിൽ നിന്ന് കുറച്ച് സാമ്പാറൊക്കെ എടുക്കാലോ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടാനാണോ പരിപാടിയെങ്കിൽ നടക്കുന്ന കാര്യമല്ല. ഞാനേ പോകുന്ന പ്രശ്നമില്ല. എന്നോട് ഈ പണി കാണിച്ച് എന്തിനാന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ധർമ്മന്റെ തിരിച്ചു വരവെന്നോർത്താ കൊള്ളാം. ഞാനേ അത്ര മണ്ടനൊന്നും അല്ല. മത്തങ്ങ തൊണ്ടേ കുരുങ്ങിപ്പോ ചത്തേന്. തെറ്റെന്റെ ഭാഗത്താ. അടിച്ചിറക്കി ഉടനെ ഞാനിറങ്ങി പോയില്ലേ? പോവരുതായിരുന്നു. ഈ മീനും ചിക്കനൊന്നും ഇല്ലാതെ ഈ ചോറും ചപ്പാത്തിയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നത്? ധർമ്മനെ ഈ ഫുഡ് അടിച്ചിട്ട് പൊക്കോളൊന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ചത്താലും ഈ ധർമ്മൻ ദേവങ്ങനെ വിട്ടു പോവില്ല. എന്നെ ഇവിടുന്ന് പുറത്താക്കിയതിന്റെ യഥാർത്ഥ കാരണം ഇവിടെ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഉള്ളിലെ സങ്കടം ആരോടും പറയാൻ കഴിയാതെ ഒരു വിങ്ങല് പോലെ നെഞ്ചിനകത്ത് കൊണ്ടുകടന്ന് അവസാനം അളിയന് വല്ല അറ്റാക്ക് വന്ന് ചത്തുപോയാ എന്ത് ചെയ്യോളിയാ? എന്നോട് അളിയന്റെ കളി. വാരി വലിച്ച് തിന്നാതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിക്കടാ. നിങ്ങളെന്താണ് എല്ലാവരും അന്തം വിട്ട് എന്നെ നോക്കിയിരിക്കുന്നത്? അവന്റെ പ്ലേറ്റിൽ ആഹാരം വെച്ചിട്ടില്ലേ? അതെടുത്ത് കഴിച്ചൂടെ? ഇനി വെറുതെ കൊതി വിട്ട് എന്റെ വയറ് കേടാക്കണം. എന്റെ മാമ, നിങ്ങൾ തിരിച്ചു വന്നല്ലോ. ഞങ്ങളെ ഇവിടെ വമ്പൻ സമരമൊക്കെ പ്ലാൻ ചെയ്തതാ. ഇപ്പഴാ ഈ വീടിനൊരു ജീവൻ വെച്ചത്. ആദ്യം എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കേ.